അങ്ങയുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള, അതായത് യേശുദേവനെ വിശ്വസിക്കുന്നവർ തന്നെ അങ്ങയെ എതിർക്കുന്നുണ്ട്. യേശുദേവൻ അങ്ങയോടൊപ്പമാണോ അതോ അങ്ങയെ എതിർക്കുന്ന വിശ്വാസികളോടൊപ്പമാണോ? ഇപ്പോൾ ആ യേശുദേവൻ എന്ന് പറയുന്ന ആ വാക്കിനെ ഞാൻ ഈശ്വരനായിട്ട് വെക്കാം. ഓക്കെ, യേശുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തി കേന്ദ്രീകൃതമായി പോകും. അപ്പോൾ ശരിക്കും ആ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഭാവം, ഈശ്വര ഭാവം അവരോടൊപ്പമാണോ എന്നോടൊപ്പമാണോ എന്നുള്ളതാണ് ചോദ്യം എന്ന് ഞാൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലവരായ ആൾക്കാരുമുണ്ട്, മോശപ്പെട്ട ആൾക്കാരുമുണ്ട്. മോശപ്പെട്ട ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കൊലപാതകം ചെയ്യുന്ന, മോഷണം ചെയ്യുന്ന, വ്യഭിചാരം ചെയ്യുന്ന, അങ്ങനെയുള്ള നീചമായ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. നല്ലവരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ സൂര്യൻ ഒരു ദിവസം ഞാനിനി നല്ല ആൾക്കാർക്ക് മാത്രമേ പ്രകാശം കൊടുക്കുള്ളൂ എന്ന് തീരുമാനിക്കില്ലല്ലോ. നമ്മുടെ ഇവിടെ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം, വായു, ഭൂമി, ഈ സസ്യജലാദികൾ, ജീവജാലങ്ങൾ, ഇതൊന്നും ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മതത്തിൻ്റെ കാറ്റഗറിയിലുമല്ല. സൂര്യൻ ഉദിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്, ചന്ദ്രൻ ഉദിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്നും പറയാൻ പറ്റില്ല. സോ ഈ പ്രകൃതിയിലുള്ള റിസോഴ്സുകൾ മുഴുവൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒന്നും നോക്കിയിട്ടല്ല. ഇതുപോലെ ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ എതിർക്കുന്നവർക്കും എനിക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് പാർഷ്യാലിറ്റി ഇല്ല, അദ്ദേഹത്തിന് മാനദണ്ഡങ്ങളുമില്ല, അതിർവരമ്പുകളുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ ആരോടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടൊപ്പം തന്നെയാണ്. പിന്നെ ആകെ എനിക്ക് പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ എതിർക്കുന്നത് മതവ്യവസ്ഥയാണ്, വ്യക്തികളെയല്ല, ക്രിസ്ത്യാനികളെയല്ല ഞാൻ എതിർക്കുന്നത്, ആ ക്രിസ്തീയ മതത്തെയാണ് ഞാൻ എതിർക്കുന്നത്. ഇനി അടുത്ത ഒരു പക്ഷേ ഞാൻ ചിലപ്പോൾ ഹൈന്ദവ മതത്തെ എതിർക്കുമായിരിക്കും, ഹൈന്ദവ തത്വങ്ങളെയല്ല, മതവ്യവസ്ഥകളെ. ഒരുപക്ഷെ നാളെ ഞാൻ ഇസ്ലാം മതത്തെ ഞാൻ എതിർക്കുമായിരിക്കും, പക്ഷേ ഒരിക്കലും ആ വ്യക്തികളെയല്ല എതിർക്കുന്നത്. ഇന്ന് എനിക്ക് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ അവർ വിശ്വസിക്കുന്ന പൊള്ളയായ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത സിസ്റ്റത്തിനെയാണ് ഞാൻ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്നെങ്കിലും ഒരിക്കലും അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്നോടുള്ള ഈർഷ്യയും വെറുപ്പും ദേഷ്യവും മാറുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുക.